ഏട്ടാ സുഖമല്ലേ ഏട്ടാ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കണെന്ന്. ഓ, ഊണ് കഴിച്ചാ? ഊണ് കഴിച്ചായിരുന്നോ? എന്താ കൂട്ടാൻ? ഞാൻ വേറെ നത്തോലി മീനൊക്കെ വെച്ച് കഴിച്ചായിരുന്നു. എന്ത് വില മീന്? മീനിന് 40 രൂപ ഉണ്ട് കിലോക്ക്. എന്താണ്ട ഉണ്ണിയ 40 രൂപയ്ക്ക് മീൻ വാങ്ങിക്കുക അവിടെ? 40 രൂപയ്ക്ക് ആരാ മീൻ വാങ്ങി തിന്നുക? എന്താണ്ടാ തൂമേ 40 രൂപയ്ക്ക് മീൻ വാങ്ങ്? 40 രൂപയ്ക്കൊന്നും തിന്നേണ്ട കാര്യമില്ല. വാസുവിന്റെ കടയിൽ മീൻ 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. മണ്ണ് കായം തുടങ്ങിയിരിക്കുന്നത്. ഓ പന്ത് എന്താ രസം അറിയാം കഴിച്ചിട്ട്. ഇവിടെ കൂട്ടം കൂട്ടാണ്ട് ഇവിടെ പരിപാടി നടക്കണല്ലേ? നീ മീൻ വിൽക്കാൻ വന്നാണ് കോമഡി പറയാൻ വന്നാണ്? ഞാൻ ഒരു കാര്യം പറയാം. നീ പറഞ്ഞത് സത്യം ശരി. അതിൽ എവിടാണ്ട് നായം നീ പറഞ്ഞത് എന്താണ്ട് നായ ഉള്ളത്? ഇവിടെ വന്നിട്ട് പറയാണ് നത്തോലിക്ക് 40 രൂപയാണെന്ന് പറയാണ്. എന്താ പറയണേ? കുട്ടികളിയാണ്. ഞാൻ പാലക്കാട്, രമേശ് പാലക്കാട്. ഞാൻ പാലക്കാടാണ്. കുട്ടികളിയാണിത്. ഞാൻ പഠിച്ചു വന്ന പാലക്കാടെല്ലാം മറന്നു പോയിരിക്കുന്നു. ഞാൻ പഠിച്ചു വന്ന പാലക്കാടൊക്കെ മറന്നു പോയിരിക്കണെന്ന്. അപ്പൊ സന്തോഷ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്നാ ഓൾ ദി ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യാം. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് സന്തോഷ്. വീട് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ. നെന്മാറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്തമായ നെന്മാറ വേല വെടിക്കെട്ട് എൻ്റെ നാട്ടിലാണ്. ഒന്ന് കൈയടിക്കുമോ? മുഴുവൻ പേര് സന്തോഷ് കുമാർ. വീട്ടിലമ്മ ഉണ്ണി എന്ന് വിളിക്കും. ഈ ഉണ്ണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കവിർ പൊന്നമ്മ ചേച്ചിനെയാണ്. ഉണ്ണി, എൻ്റെ ഉണ്ണിയെ കണ്ടു. പക്ഷെ ആ ഉണ്ണി ഞാനല്ല. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ പഠിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് സിനിമ കാണാൻ താല്പര്യം. എൻ്റെ വീടിൻ്റെ ബാക്കിൽ തിയേറ്ററാണ്, ഒരേ മതിലാണ്. കുട്ടിക്കാലം മുതൽ ഒരുപാട് സിനിമ കണ്ടു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അതിന് മെയിൻ കാരണം രമേശ് ഏട്ടാ കുഞ്ചാക്ക ഭവനാണ്. നട കുഞ്ചാക്ക ഭവൻ കാരണമാണ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. എന്താ വെച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷ, തിങ്കളാഴ്ച പരീക്ഷ. എൻ്റെ തലേന്ന് ഞായറാഴ്ച ടി വിയിൽ പുതിയ സിനിമ. അന്ന് ഇതുപോലെ മൊബൈലൊന്നുമില്ല, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. ഇപ്പോൾ ടി വിയിൽ സിനിമ ഇരുന്ന് കണ്ടു. ഏതാ പടം? പ്രേം പൂജാരി. സിനിമ കണ്ടു. പിറ്റേന്ന് എക്സാം. അപ്പോൾ സാർ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല, കാരണം പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇരുന്ന് സിനിമ കണ്ടു. അപ്പോൾ സാറ് ചോദിച്ചു, നീ ഇന്നലെ സിനിമ കണ്ടോ അത് പഠിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പഠിച്ചു, പക്ഷെ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നെ ടെസ്റ്റ് ചെയ്തു. സാർ എന്നോട് ചോദിച്ചു, ഇന്നലെ ടി വിയിൽ ഒരു പുതിയ സിനിമ ഉണ്ടായിരുന്നു, കുഞ്ചാക്ക ഭവന്റെ. കുഞ്ചാക്ക ഭവനും ശാലിനി. അതിൽ ശാലിനിയുടെ വീട്ടിൽ കുഞ്ചാക്ക ഭവൻ വാടകയ്ക്ക് താമസിക്കണം. ഇത് ഏതാ സിനിമ എന്ന് ചോദിച്ചു. ഞാൻ പൊട്ടൻ എന്ത് ചെയ്ത് പ്രേം പൂജാരി എന്ന് പറഞ്ഞു. സാർ എന്നോട് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ പുറത്തുപോയി നിന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മാഷുണ്ട്. ഈ മാഷിൻ്റെ മകൻ പഠിച്ച് ഒരു നെറ്റ് ലൂസായിരിക്കുകയാണ്. ഈ പഠിപ്പ് കൂടിയാലും കുഴപ്പമാണ്. എന്താ വെച്ചാൽ ഈ മാഷിൻ്റെ മകൻ ഇപ്പം നമ്മൾ റോട്ടിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ റോട്ടിലൊക്കെ അവിടെയൊക്കെ പേപ്പർ കാണും. ആ പേപ്പറൊക്കെ പെറുക്കിയെടുത്ത് വായിക്കുക. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പഠിച്ച് ഇങ്ങനെ ആയതാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഭയങ്കര ഉപദേശമാണ്. എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ മരിച്ചു. ഞാൻ മരിച്ചിട്ട് കണ്ടിട്ട് വന്നു. അപ്പം അമ്മ പറയാം, മരിച്ച വീട്ടിൽ നിന്ന് വരികയാണ്, നീ കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മരിച്ച വീടോ? അങ്ങനെ ഒരു വീടുണ്ടോ? എല്ലാവരും പറയുന്ന കാര്യമാണ് മരിച്ച വീടെന്ന്. ഏതെങ്കിലും വീട് മരിക്കുമോ? അറിയാത്തൊരു കാര്യമാണ്. അമ്മയോട് ഞാനൊരു ആഗ്രഹം പറഞ്ഞു, അമ്മ എനിക്കൊരു നടനാവണമെന്ന്. അപ്പം അമ്മ പറയാം, നീ ആദ്യം ഇരുന്ന് കാല് എന്നിട്ട് നടനായാൽ മതിയെന്ന്. എൻ്റെ മേമ്മയുടെ മകൻ എനിക്ക് 2 ഷർട്ട് കൊണ്ടുവന്നു. അമ്മയുടെ കൊടുത്തു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മയായിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് കൊടുത്തു. ഞാൻ വൈകിട്ട് വീട്ടിൽ പോയി. അമ്മ പറഞ്ഞു, നിനക്ക് അവൻ 2 ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ഷർട്ട് ചെറുതായി എന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഏതെങ്കിലും ഷർട്ട് ചെറുതാവുമോ? അപ്പം നമ്മൾ ചിലപ്പോൾ തടി വയ്ക്കും, അല്ലെങ്കിൽ തടി കുറയും, എന്നല്ലാതെ ഏതെങ്കിലും ഷർട്ട് ചെറുതാവുമോ? ഈ തേച്ച് മടക്കി വെച്ച ഷർട്ട് എങ്ങനെ ചെറുതാവുന്നത്? കുട്ടിക്കാലം മുതലേ നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ആഗ്രഹങ്ങൾ. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. കാരണം കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ. എനിക്ക് ആഗ്രഹം സണ്ണി ലിയോണിനോട് അഭിനയിക്കണം എന്ന്. അങ്ങനെ ഇരിക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോയി. വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേട്ടനെ കാണാൻ പോയി. ചേട്ടൻ ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ചേട്ടനാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന്. അപ്പോൾ ചേട്ടനെ കാണാൻ പോയി. ചേട്ടൻ പറഞ്ഞു, നിൻ്റെ ഒരു ഫോട്ടോ തരണം, ഫോട്ടോ തന്നാൽ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി ചിരിച്ച് നിൽക്കണ 2 ഫോട്ടോ എടുത്തു. ആ ചേട്ടനെ കൊടുത്തു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുകയായിരുന്നു. ചേട്ടൻ വിളിച്ചു, സന്തോഷ് നാളെ ഷൂട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നായകനായിട്ടുള്ള സിനിമയാണെന്ന് വിചാരിച്ചു. കുറേ സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ വിചാരിച്ചു നാളെ ഞാൻ അഭിനയിക്കാൻ പോവാണ്. ആരെൻ്റെ നായിക? ഇപ്പോൾ ഡയാനയാണോ, അല്ല ഐശ്വര്യ റായ് ആണോ, അല്ല അനുഷ്ക ഷെട്ടിയാണോ? അത് കുറേ ആഗ്രഹിച്ചു. എങ്ങനെയോ നേരം വെളുത്തു. കാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി. ഷൂട്ടിംഗ് സ്ഥലത്ത് പോകണു. ദേ നിൽക്കണു ആസിഫ് അലി ലൊക്കേഷനിൽ ആറാടുകയാണ്. ആസിഫ് അലിയെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞ് ശ്രീനിവാസൻ ചേട്ടൻ വരണു. സിനിമ ട്രാഫിക്. ഈ ട്രാഫിക്കിൻ്റെ ക്ലൈമാക്സിൽ ആ ശ്രീനിവാസൻ ചേട്ടൻ വണ്ടി കൊണ്ട് വരുമ്പോൾ ഈ ആസിഫ് അലി ആൾക്കാരെ തള്ളി മാറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നെ ഇങ്ങനെ തള്ളി മാറ്റി. ഭയങ്കര ഹാപ്പിയായി. അപ്പം എല്ലാവരോടും പറഞ്ഞു, ആസിഫ് അലി എന്നെ തള്ളി മാറ്റേണ്ട സീനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ റിലീസായി. ബന്ധുക്കളെയും നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും എൻ്റെ ചിലവിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി. പടത്തിൽ ഞാനില്ല. ഇൻ്റർവെൽ വരെ കണ്ടു, ഞാനില്ല. ഇൻ്റർവെല്ലിന് ശേഷം വന്നപ്പോൾ ശ്രീനിവാസൻ ചേട്ടൻ വരുന്നുണ്ട്, ആസിഫ് അലി തള്ളി മാറ്റുന്നുണ്ട്. പക്ഷെ എന്നെയല്ല, വേറെ ആരെയും മാറ്റണം. എല്ലാവരും മുന്നിൽ നാണം കെട്ടു. കാരണം എല്ലാവരും കൊണ്ട് സിനിമയിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഈ തിയേറ്ററുകാർ കട്ട് ചെയ്താണെന്ന് അറിയാൻ ഞാൻ വേറൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് 2 തിയേറ്ററിൽ ഒരേ കഥ എന്ന്. ഞാൻ കരുതി തിയേറ്റർ മാറിയ സിനിമയുടെ കഥയും മാറുന്നു കരുതി. പക്ഷെ അപ്പോഴും അതിൽ ഞാനില്ല.
അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് ഡി വി ഡി കണ്ടു. അതിലും ഞാനില്ല, സെയിം കഥ. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഓണത്തിന് ഉത്രാടത്തിന് ട്രാഫിക് സിറ്റി ടി വിയിൽ വന്നു. അപ്പോഴും ഞാനില്ല, സെയിം കഥ. അപ്പോഴും അഭിനയമോഹം വിട്ടില്ല. പാലക്കാട് മറ്റൊരു ഷൂട്ടിംഗ് മാണിക്യക്കല്ല്, അങ്ങനെ പൃഥ്വിരാജിന്റെ പടം സമ്പ്രദ സുനിലും. അവിടെ പോയി ചാൻസ് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു സംസാരമൊന്നുമില്ല, ചെറിയൊരു വേഷം തരാം. പൃഥ്വിരാജും സമ്പ്രദ സുനിലും ബസ്സിലിരിക്കുന്നുണ്ട്, ആ ബസ്സിലാണെങ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനും കൂടെ ബസ്സിലിരുന്നു. ആരെ കൊണ്ടും പറഞ്ഞില്ല അഭിനയിച്ച കാര്യം. തിയേറ്റർ സിനിമ കാണാൻ പോയി, പടത്തിൽ ഞാനില്ല. ഒന്നിനും എന്നെ കാണിക്കുന്നില്ല. അപ്പോഴും മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാം. ഇപ്പം നടനായിട്ടും ടിക്ടോക്ക് എടുത്തിട്ടൊന്നും സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഥ എഴുതി. ഒരു ദിവസം രാത്രി 8 മണിക്ക് കഥ എഴുതി, 8 മണിക്കും ഫുള്ളായി. അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് കഥ ഫിനിഷ്. മാണിക്കലിൻ്റെ 2ാം ഭാഗം. അമ്മയോട് പറഞ്ഞു, അമ്മ മാണിക്കല്ല് ഭയങ്കര സിനിമയാണ്, എൻ്റെ 2ാം ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട്, അമ്മയൊന്ന് വായിക്കണം പറഞ്ഞു. അമ്മയ്ക്ക് വായിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നു. ഭാര്യ പറഞ്ഞു ചേട്ടാ ഇത് നല്ലൊരു പേര് വേണ്ടേ, എന്ത് പേരിടും? അപ്പം ഞാൻ പറഞ്ഞു മാണിക്കക്കല്ല്, ഇത് 2ാം ഭാഗത്തിന് അതേപോലെ ഒരു പേര് വേണം. കിട്ടി, മൂത്രത്തിക്കല്ല്. അങ്ങനെ ഇരിക്കെ ഈ അഭിനയമോഹം കൊണ്ട് മാത്രം നടക്കുമായിരുന്നു. അപ്പം അമ്മ ജോൾസിനെ കാണാൻ പോയി. പാട്ടുകാർ ജോൾസിനെ അല്ല കേട്ടാ, ജോൾസിൻ പണിക്കര് കാണാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു മകൻ ഇങ്ങനെ ഭയങ്കര സിനിമാ മോഹമാണ്, എന്തെങ്കിലും ആവുമെന്ന് ചോദിച്ചു. അപ്പം മകൻ്റെ നാളെന്താണ്? അനിഴം. ജോൾസിൻ കബഡി നിരത്തിയിട്ട് കബഡി നിരത്തിയിട്ട് പറഞ്ഞു ഒരു ചരട് തരാം, ആ ചരട് കെട്ടിയാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഈ ചരടാണ് ചരട് കെട്ടി. ഈ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമൃത ടി ഇവിടെ വൺസ് അപ്പോൺ ടൈമിലേക്ക് വരണം എന്നായിരുന്നു. ഇപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കണം. ഓക്കെ.